ഇതുപോലത്തെ പ്രോത്സാഹിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തു. എനിക്ക് ഒരു കുട്ടിയുടെ സഹായം വേണം, ഒരു കുട്ടി വേഗത്തിൽ വേണം. മനോഹരമായ ഒരു പൂവാണ് അല്ലെ. ഈ പൂവിനെ നമ്മുടെ ജീവിതത്തോട് നമുക്ക് താരതമ്യപ്പെടുത്താം. മനോഹരമായ ഈ പൂവിനെ നമ്മുടെ ജീവിതത്തോട് താരതമ്യപ്പെടുത്താം. നമ്മുടെ ഭംഗി കുറവായിരിക്കും അല്ലെ. ചില പൂ നല്ല ഭംഗിയുള്ള പൂവായിരിക്കാം, ചിലത് ഭംഗി കുറവായിരിക്കാം. ചിലർ കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ, നമ്മളെ പോലെ സൂപ്പർ അല്ലേ, ഇതുപോലെ നല്ല ഭംഗിയായിട്ട് അല്ലേ. അപ്പൊ നമ്മളൊക്കെ എല്ലാ സുന്ദരന്മാരുമാണ് അല്ലേ. പക്ഷെ നമ്മുടെ ജീവിതം ഒരിക്കലും നമ്മൾ നശിപ്പിക്കാൻ പറ്റും. പക്ഷെ ചിലരുടെ കയ്യിൽ ജീവിതത്തിന്റെ എന്തെങ്കിലും പറയാമോ, അതിനെ നശിപ്പിക്കും. ഇതിനെ വലിച്ചു പറിച്ചിടാൻ പറ്റുമോ? അവർക്ക് പറ്റൂലേ? ആരുടെ അത് വലിച്ചു പറിക്കും? ഒരാളിന് ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ നശിപ്പിക്കുക? അല്ല മനസ്സിലാക്കി ധൈര്യമാണ്. എന്റെ ജീവിതത്തോട് ആൾക്കാർ എല്ലാം വിളിച്ചു കുടിച്ചോ, ഇഷ്ടം പോലെ നിങ്ങൾക്ക് തന്നെയാണ് തിരിച്ചു തരാൻ പറയുന്ന തിരിച്ചു തന്ന മേഖലാണ്. എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? പറ്റുന്നില്ല. അപ്പൊ അല്ല, ഞാൻ ഒരു പൂ ഈ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. ഈ കുട്ടി പറഞ്ഞു നല്ല മനോഹരമായ പൂവാണ്. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു ഞാനിപ്പോ വരാം, അതിനെ നശിപ്പിക്കാം. അല്ല, നമുക്ക് തോന്നുന്നത് പോലെ നമ്പർ 1, നമ്പർ 2, അതിന്റെ 2 ആയിട്ടുണ്ട്. 2, 3, 4, 5 എല്ലാം ഇട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ജീവിതം ഇങ്ങനെ നമ്മൾ നശിപ്പിക്കാം. ചിലർ നശിപ്പിക്കുന്നവർ നല്ല ഭദ്രമായിട്ട് കൊണ്ടുപോകും. പക്ഷെ നമ്മുടെ ജീവിതം ഈ നിലയിൽ നശിപ്പിക്കാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ നമ്മുടെ ജീവിതം തകർന്നു പോയ ജീവിതം എവിടെ കൊടുക്കാൻ പറ്റും? നമ്മളിപ്പോ എവിടെ കൊടുത്തിരിക്കുക? ദൈവത്തിന്റെ സന്നിധിയില് കൊടുത്തിരിക്കുക. നമ്മൾ ആ ദൈവസന്നിധിയിൽ കൊടുത്തിരിക്കുക. ദൈവത്തിന് തന്നെ പണിയാൻ പറ്റുമോ? പറ്റുമോ? നമ്മള് പറ്റുമോ? ഇവിടെ ആയിരിക്കുന്നവർക്ക് പറ്റുമോ? ഏറ്റവും നല്ലതായിട്ട് പണിയാൻ പറ്റുമോ? ഇപ്പൊ ഇതിനകത്ത് കിടക്കുന്നതല്ല ഇതാ, നിങ്ങളെല്ലാം കീറിക്കിറക്കി ഈ മോളെ കീറി തന്നതല്ല. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ പറയുന്നു, ചിലർ പറയും പറ്റും, ചിലർ പറയും പറ്റില്ല. നമ്മുടെ ജീവിതം മൊത്തവും കീറിപ്പോയല്ലോ. ഒരു നല്ല ഭംഗിയുള്ള പൂവായിരുന്നു, നല്ല ഭംഗിയുള്ള ജീവിതമായിരുന്നു, ഇപ്പൊ എല്ലാം തകിടം പറഞ്ഞു പോയല്ലോ എന്ന് ഓർത്ത് നമ്മൾ വേദനപ്പെട്ടിരിക്കുന്നെങ്കിൽ നമ്മൾ അതിന് എവിടെ കൊടുക്കണം? ദൈവസന്നിധിയിൽ കൊടുക്കണം. ദൈവസന്നിധിയിൽ കൊടുക്കുക. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? പൂവല്ലേ ഉള്ളൂ. ഇതിനകത്ത് ഏത് പൂവാകുന്നത്? കിട്ട പൂവല്ലേ ഉള്ളൂ. ശരി, ഓക്കെ, റെഡി. അപ്പോ ഇതിനകത്ത് തന്നെയാണ് മാജിക് നടക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നോക്കിയിരുന്നോ? ഇതിനകത്ത് ക്രിക്കറ്റോ കണ്ടുപിടിക്കണം. ഓക്കെ, റെഡി? 1, 2, 3. പോണ്ട, ഇതിനകത്ത് പോണ്ട. നീ നേരത്തെ പോണം. അതായത് ഇവിടെ പോണം. ഈ ചേച്ചിട്ട് പോവാം. മക്കൾ എടുത്ത പുറത്ത് പോലെ ഇന്നെടുത്തെ എങ്ങനെയുണ്ട്? മാജിക്കിലൂടെ നമ്മുടെ ഈ കാര്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവം, കടന്നുപോയ അനുഭവം ദൈവസന്നിധിയോടെ സമർപ്പിക്കുമെങ്കിൽ നല്ല ഒരു പൂവായി, നല്ലൊരു പുഷ്പമായി അതിനെ തിരിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതം ആരും തകർത്തുകളായിരുന്നു. ജീവിതം ഏറ്റവും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ദൈവം സഹായിക്കും. പോകുന്നത് പുതിയ വേദിക്കാണ്, പുതിയ വേദിക്കാണ്. ഒരാളെ വരാം. ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മള് പറയുന്നു എന്റെ ഉള്ളില് ഒന്നുമില്ല. ഇതന്നെ നമ്മൾ പറഞ്ഞ എനിക്ക് ഒരു കഴിവും എനിക്ക് പാട്ട് പാടാൻ ആക്ഷൻ കളിക്കാൻ ഞാനും അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. നടക്കണോ ആക്ഷൻ കളിക്കാനും എന്തൊരു പരിപാടിയാണ്. പക്ഷെ അങ്ങനെ ഒരു ശൂന്യമായ ഒരു കവറാണ്. പക്ഷെ നമ്മൾ ശൂന്യമായ ഒരു അനുഭവത്തിൽ ദൈവസന്നിധിയെ ചിലർക്കറിയാം
തുല്യമായ ഒരു പടകിനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായ കണ്ടല്ലോ, ഇതിനകത്തൊന്നുമില്ല. പക്ഷെ നമ്മളതിനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ഇതിനകത്ത് എന്തുണ്ട്? ഇതിനകത്ത് നല്ല നല്ല സമ്മാനങ്ങൾ. ഓക്കെ, അപ്പോ നമ്മൾ പറയുന്നത് അയ്യോ എന്റെ എനിക്ക് ഒന്നുമില്ല, ണ്ടോ ഇല്ല. ശരി, അപ്പോ നമ്മൾ പറയുന്നത് എനിക്ക് ഒന്നുമില്ല, എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല, എനിക്ക് പാടാനറിഞ്ഞൂടാ, പ്രസംഗിക്കാനറിഞ്ഞൂടാ, എനിക്ക് കഥ പറയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഒന്നുമില്ല 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 എന്ന് പറഞ്ഞ് നമ്മള് ഇരിക്കുകയാണ് അല്ലേ? ഉണ്ടോ? പക്ഷേ നമ്മൾ എങ്കിലും നമ്മൾ ദൈവത്തെ സമർപ്പിക്കണം. ദൈവത്തെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതം നിറയെ സമ്മാനങ്ങളുമായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ.